വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ജോജു ജോർജിന്റെ ഭാഗത്ത് കൃത്യമായ ന്യായമുണ്ട്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പരാമർശം അദ്ദേഹം തിരുത്തേണ്ടതുണ്ട്. അത് തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. അദ്ദേഹം വളരെ വൈകാരികമായി സംസാരിക്കവേ അദ്ദേഹം പറയുന്നു, പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടിയതിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല, അത് ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം. നിങ്ങൾ രാഷ്ട്രീയക്കാര് അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങേണ്ടതില്ല. അങ്ങനെയായിരുന്നു ആ വാക്കുകളുടെ ചുരുക്കം. അത് തീർത്തും അരാഷ്ട്രീയമായിട്ടുള്ള ഒരു പരാമർശമാണ്. ആ പരാമർശം ഒരിക്കൽ പോലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങളിലും രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ പ്രവർത്തകരുമൊക്കെ ഇടപെടുന്നത് ഒരു പരിധിവരെ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. നോക്കൂ, പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും അതുപോലെയുള്ള പ്രതിപക്ഷ പാർട്ടികളൊന്നും സമരം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണോ ജോജു ജോർജിന്റെ അഭിപ്രായം? അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എങ്കിൽ അത് തെറ്റായ പരാമർശമാണ്. ഒരിക്കൽ പോലും നമുക്കതിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഇവിടെ കോൺഗ്രസ് ഇടപ്പള്ളി വൈറ്റില റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഗതാഗത തടസ്സം രൂക്ഷമാക്കിക്കൊണ്ട് ഒരു സമരം ചെയ്യുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അവിടെ ജോജു ജോർജ് പ്രതികരിച്ചത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ന്യായമുള്ള ഒരു വലിയ വിഷയം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ മൗലികാവകാശമാണ്. ആ വിഷയത്തിൽ ജോജു ജോർജ് പ്രതികരിച്ച് രംഗത്ത് വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അത് വളരെ പക്വതയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നു. ജോജു ജോർജിനെതിരെ സംസാരിക്കാതെ ഈ വിഷയത്തിൽ പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം ഒരിക്കലും ഉൾക്കൊള്ളുമായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ലാത്ത ഒരു സമയത്ത് ഈ രീതിയിലുള്ള ഇടപെടലുകൾ അല്ലാതെ മറ്റൊരു രീതിയിലുമുള്ള ഇടപെടലുകൾക്ക് നിങ്ങൾക്ക് അവിടെ ഒരു വഴിയുമില്ല എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതയെ ഉൾക്കൊള്ളാതെ ജോജു ജോർജിനെതിരെ മോശമായ രീതിയിൽ പ്രതികരിക്കുകയും അദ്ദേഹത്തിന്റെ വാഹനം തല്ലിപ്പൊളിക്കുകയും ചെയ്തത് തെറ്റായ കാര്യമാണ്. ഇവിടെ ജോജു ജോർജ് മാത്രമല്ലല്ലോ പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്രതികരണവുമായി രംഗത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ മറ്റുള്ള വാഹന യാത്രക്കാരും പ്രതികരിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവരും ജോജു ജോർജ് പറയുന്ന അതേ രീതിയിൽ പറയുകയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ജോജു ജോർജിന്റെ മാത്രം ഒരു വിഷയമല്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ സമരം ചെയ്യുന്നത് അവർ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ട് പ്രശ്നം രേഖപ്പെടുത്തുമ്പോൾ ആ വിഷയത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത്? ഇവിടെ വി ഡി സതീശനായാലും കെ സി വേണുഗോപാൽ ആയാലും ഹൈബി ഈഡൻ ആയാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഈ രീതിയിൽ തന്നെയാണ്. കോൺഗ്രസ് പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളുടെ മുൻനിരയിൽ തന്നെ വേണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിറപ്പിക്കുന്ന, രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന സമരങ്ങൾ കോൺഗ്രസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ആർജവമായിട്ടുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്, ഉറച്ച വിശ്വാസമുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പെട്രോൾ മന്ത്രിയുടെ വസതിയിലേക്ക്, അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അധികാരികളുടെ വസതികളിലേക്ക് അവരെ തടയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ, ഇതൊക്കെ തീർത്തും അനുയോജ്യമായിട്ടുള്ള സമരങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് സാധാരണക്കാരന്റെ വഴി തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. സാധാരണക്കാരൻ വീണ്ടും ദുരിതത്തിലായി പോകുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ന്യായീകരിക്കാൻ നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് ജോജു ജോർജിന്റെ വാഹനം ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മോശമായി തെറിവിളിച്ചതുമായി ബന്ധപ്പെട്ട് ഖേദം പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ മറ്റൊരു രീതിയിലുള്ള ഇടപെടലുകൾ നിങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും ഒരു മതേതര വിശ്വാസി എന്ന രീതിയിൽ, ഒരു ജനാധിപത്യ വിശ്വാസി എന്ന രീതിയിൽ, ഭരണഘടനാ മൂല്യങ്ങളെ കൃത്യമായി മാനിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക്.